ഗൈസ് അടിയായിരുന്നേ. ഹലോ മച്ചാമാരെ, കൊച്ചത്തെ ഫിഷിംഗ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ്. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ ഇറക്കി നമ്മൾ സ്നേക്ക് ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാമാരെ, ഇന്ന് പോകാൻ വേണ്ടി പോകുന്ന സ്പോട്ട് നോക്കുക. നമ്മൾ പന്തളത്താണ് നമ്മളിന്ന് കാസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ബിജിത്ത് മച്ചാനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടും നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മച്ചാമാരെ, അങ്ങനെ നമ്മൾ നേരെ പന്തളത്ത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ട മച്ചാവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന സ്പോട്ടൊക്കെയാണ്. ഇപ്പോൾ കുറേ നാളായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ അങ്ങ് അറ്റ് നോക്കണമല്ലോ, കുറേ ചേട്ടന്മാരുന്ന് വാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, വിത്ത് മച്ചാനുണ്ട് കേട്ടോ. വിത്ത് മച്ചാൻ പുതിയൊരു സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യം ഒന്ന് കാണിച്ചു കേട്ടോ. നമ്മുടെ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു സ്പോട്ടിലൊന്ന് പോകാം. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു സ്പോട്ടിലൊക്കെ അടിക്കാൻ പറ്റും. വെള്ളം നല്ല രീതിക്ക് കുറഞ്ഞു കിടക്കുക. അപ്പോൾ മീനുണ്ടെങ്കിൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് വെയിൽ അടിച്ചിട്ടോ. അപ്പോൾ കുറച്ച് വരാൻ വൈകി പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാത്രിയിലൊക്കെ നമ്മളവിടെ കറണ്ട് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ക്യാമറയ്ക്കൊന്നും ചാർജൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് കിട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ നോക്കാൻ വേണ്ടി പോണേ. അപ്പോൾ കിട്ടുവാണെങ്കിൽ സാധനത്തിനൊക്കെ നല്ല രീതിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ബിജിത്ത് മച്ചാൻ്റെ ഇരിക്കുന്ന സാധനം നമ്മുടെ സെയിം സാധനം തന്നെ കേട്ടോ. ബ്രാവോയുടെ സ്റ്റിക്ക് തന്നെയാണ്, സെയിം തന്നെ അവനും എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഒത്തിരി നാളെ ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ നമുക്ക് അടിക്കൂല, നമുക്ക് നോക്കാം കേട്ടോ. റീലിന് പണിയായിരിക്കുക. പച്ചമാരെ നല്ല കിണ്ണം കഴിച്ച് വെയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്പോട്ടിൽ നിൽപ്പുണ്ടല്ലോ, ഇവിടെ നമ്മളൊന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വരാലേറി അടിച്ചു കേട്ടോ. വലിയൊന്നുമല്ല, ചെറിയൊരു സാധനത്തിന് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും സാധനത്തിനാണെന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം. ഐറ്റം തന്നെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ നോക്കി, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം കേട്ടോ. നല്ല രീതിക്ക് മുക്കപ്പൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിക്ക് കാണിച്ചു തരാവേ. ഇവനെ കയറ്റിയ കഥ പറയുകയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് അത് ഫ്രൈഡേ പിടിച്ച് വലിച്ച് കയറ്റുവാൻ ആ ഒരു ഗതി നമുക്ക് വന്നിട്ടോ. കാരണം നമ്മുടെ സ്റ്റിക്കിന് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹുക്കപ്പൊന്നും നല്ല രീതിക്ക് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. എന്തായാലും കൈ കൊണ്ട് വലിച്ച് കയറ്റേണ്ട ഒരു ഗതിയാണ് വന്നിട്ടോ. ഇവനെ നല്ല രീതിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ചെറിയൊരു വരല്ല കേട്ടോ. എന്തായാലും ഹുക്കൊക്കെ കയറി കണ്ടോ, നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അവിടെ മിസ്സായി പോകുന്നത്. എന്തായാലും ഇവനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹുക്കൊന്ന് എടുക്കാം. എൻ്റെ പൊന്നി നല്ല അണ്ണാക്കി നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, നോക്കി ഈ വാ ചോട്ടാ സാധനം. നേരെ എന്തെങ്കിലും വീട്ടിനകത്തിട്ടാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിലോട്ട് ഇട്ടേക്കാം കേട്ടോ. നമ്മൾ കത്തി വെച്ചിട്ട് കത്തിക്കോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അങ്ങോട്ടോട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ അവൻ്റെ സ്റ്റിക്കിന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. സ്റ്റിക്കൊക്കെ ഒന്ന് കിടക്കുന്ന നോക്കി. ദൈവമേ, നമ്മൾ ഹുക്കപ്പ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ടോ, ഈ ഒരു സൗണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് വന്നേക്കുന്നത് ചോദിച്ചാൽ എന്താണെന്നൊന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിതിനെ കറക്റ്റ് അറിയത്തില്ല. ഇതുണ്ടോ, സ്കൂളിൽ നോക്കി കിടന്നടി ഇങ്ങനെ നിന്ന് കറങ്ങണം. സ്കൂള് കറങ്ങുന്നേ ഇല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാവുന്ന രക്ഷണം കമൻറ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് ഉക്കപ്പ് എടുത്തിട്ട് കരയ്ക്ക് വലിച്ച് അടുപ്പിക്കുമ്പം ഇങ്ങനെ കറക്കം മാത്രമേ ഉള്ളൂ. നൂല് വലിഞ്ഞ് തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ നൂലിൽ പിടിച്ച് കയറ്റുമായിരുന്നേ. എൻ്റെ ദൈവമേ,
വരെ നല്ല ഹെവി സാധനമൊക്കെ അടിച്ചാണ്ടല്ലോ നമുക്ക് 100% മിസ്സാകും കേട്ടോ. അപ്പം നമ്മുടെ മിസ്റ്റേക്കല്ല, സ്റ്റിക്കിൻ്റെ മിസ്റ്റേക്ക് കേട്ടോ. മീനടിച്ചാൽ നല്ല രീതിക്ക് മിസ്സാകുന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം ആ ഒരു ചോട്ടാ സാധനം അടിച്ചിട്ട് കരയ്ക്ക് കയറുന്നില്ല. പിന്നെ ആ ഹെവി സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പണിയാകും. എല്ലാവരും പറയും എൻ്റെ ഹുക്കപ്പിൻ്റെ അതൊക്കെ എല്ലാവരും പറയത്തുള്ളൂ. ഹുക്കപ്പ് ചെയ്ത സാധനം കരയ്ക്ക് വരുമ്പോൾ ഇല്ലയോ വിഡ്രോ ചെയ്ത് വലിച്ചാൽ വന്നാൽ ഇല്ലയോ കരയ്ക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സ്പോട്ട് പറയുകയാണല്ലോ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ നേരത്തെ കണ്ട മച്ചാർക്കറിയാം. ഇതേ സ്ഥലത്തു നിന്ന് തന്നെ ഒരു മീൻ മിസ്സായിപ്പോയാണേ. ഇത്രയും തന്നെ കാണും, അതുപോലത്തെ ഒരു പരിവുള്ള സാധനം അന്ന് നമുക്ക് മിസ്സായേ. അതുപോലെ ഒരെണ്ണത്തിനെ നമുക്ക് അവിടെ നിന്ന് അടിച്ചു കയറ്റാനും പറ്റി. പ്ലീസ് വന്നേക്കേ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ തലയുടെ മേലെ കൂടി ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ ഓനെ നോക്കിക്കേ. ആഹാ പോകുന്ന പോകണ്ടോ ഇങ്ങനെ പറന്നു പോട്ടോ. അയ്യോ വീത്ത് വാച്ചാൻ തൂണൊന്ന് നീപ്പുണ്ട് കേട്ടോ. അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ തൂണ്ട് അവരിങ്ങനെ പറന്നു പോകട്ടോ. എവിടെ പോവാ ഒരിടത്തുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വേറെ സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. അതുപോലെ ഈ ഒരു സ്പോട്ടിൽ ഒരു വരാലുണ്ട് കേട്ടോ. ചാടി വന്ന് അടിച്ചു കേട്ടോ. ഇടിക്കകത്തൊന്നും കിട്ടിയെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും ഇപ്പോൾ എല്ലാം വരുവാണെങ്കിൽ കിട്ടും, നമുക്ക് നോക്കാവേ. പറയണ്ടേ കണ്ട ഈ പുറ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കയറ്റാൻ പറ്റും നോക്കാം. ബുക്കപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോളോ അപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തവണ ഇട്ടപ്പോഴും ഉണ്ടായിരുന്നു, സെക്കൻഡ് തവണ ഇട്ടപ്പോഴും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. നൈസ് അടിയായിരുന്നേ. എടാ അവിടെ വാരാല്ല തോന്നുന്നത്. രണ്ട് ഫോളോ അപ്പും ഒറ്റ സ്ട്രൈക്ക് കിട്ടുമ്പോൾ പുറകിലേക്ക് വന്നു കേട്ടോ. അയ്യോ ഒന്ന് പൊങ്ങി വന്നത് കാര്യം തന്നെ. പൊങ്ങിയോട്ട് കൈത കുറേ പൊങ്ങി വരത്തില്ലല്ലോ. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ചേർ നിൽക്കത്തില്ലല്ലോ. മീനാടാ മീനാടാ കണ്ട പുറകെ വന്നുണ്ടോ. ഓടയ്ക്കാം പുറകെ വന്നേ ഇല്ല പറഞ്ഞ. നമ്മൾ കണ്ടതേ പറഞ്ഞു. പുറകെ വന്നടിക്കാം. നമ്മൾ പറ അവിടെ പൊങ്ങിയ കണ്ടേ. ചടിയിൽ കൂടെ വന്ന് വെട്ടിയില്ലോട്. ഈ പുറകെ വന്നില്ലയോ, അതിൻ്റെ അടി കൂടി ഇങ്ങനെ വന്നു ഇവിടെ വരെ വന്നു. ഈ പാലിൻ്റെ എൻ്റെ വരെ വന്നിട്ടുണ്ട്. തന്നെ കീച്ചിക്കും ഒരു അടിക്കാനുള്ള തയ്യാറെടുപ്പാ. കൊണ്ട് എടുത്തുണ്ടോ. അടിച്ചാൽ മതിയായിരുന്നു, അടിച്ചടാ. പറഞ്ഞു തീർന്നില്ല അടിച്ചു. രാവിലെ ചെറിയൊരു വരാലിനെ കിട്ടി. അതിനെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ വേറെ സ്പോട്ടിലോട്ട് പോട്ടോ. അപ്പം അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അടിക്കാൻ നോക്കാം. കാച്ചി വെയിലാട്ടോ. വെയിലത്ത് അടിക്കുന്ന ഒരു ഇതില്ലായിരുന്നു.
നമുക്കുള്ളതായിട്ട് അങ്ങനെ കിട്ടി 2-3 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്പൂൺ എടുക്കും. അങ്ങനെ നമ്മൾ വേണ്ട ഈ ഒരു ചെറിയ തോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പോൾ അടിക്കുവാണെങ്കിൽ മീൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചാർജ് വളരെയധികം കുറവ് കേട്ടോ. എന്തായാലും മീൻ കയറ്റിയാൽ വീഡിയോ കാണിച്ചു തരാവേ. ഒരാൾ കിടക്കുന്നു, ഇങ്ങനെ അടിച്ചു കയറ്റാൻ പറ്റും നോക്കാവേ. അപ്പോൾ പോവും. ഇവിടെ ഒരു മഞ്ഞവരാലൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. അതേണ്ട അടുത്ത കിടക്കുന്നുണ്ടോ? ഓ മഞ്ഞവരാല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല കേസ് വരാല കിടപ്പുണ്ടെന്നേ. കേസ് ഇവിടെ ഇവിടെ വരാല കിടക്കുന്നുണ്ടോ? സാധനമൊക്കെ ഉണ്ട് കേട്ടോ. പറ്റി നോക്കാം. അതിൻ്റെ ഫ്രണ്ട് ഇട്ടിട്ട് പോലും അടിക്കുന്നില്ലടാ. ഫ്രണ്ട് ഇട്ടിട്ട് പോലും അടിക്കുന്നില്ല. ഇവിടെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അടിക്കുന്നില്ല. വെള്ളത്തിനടിയിൽ താന്ന് കിടക്കുക. കാണാൻ കിടക്കുന്നുണ്ട്. ഉണ്ടായിരുന്നേ കീച്ചായിരുന്നു. ഇവിടെ ഇല കിടന്നതൊക്കെ വച്ചയല്ല. അതിൻ്റെ ഡീ നോക്കണ്ടോ? അത് മീനൊന്നും അല്ലേ? പിന്നെ ഞാൻ കണ്ടിട്ട് കൊണ്ട് നീ വന്നിട്ടോ. മീനല്ല, നീയാണോ പറഞ്ഞത്? ഇങ്ങോട്ട് വരുന്നത് 20 വർഷത്തെ ഒരു വരാൽ ഇങ്ങനെ അടുത്തോടെ വരുന്നുണ്ട്. വേറെടുത്ത് ആ പച്ച ഇല അടി കൂടെ വരുന്നുണ്ട്. സാധനം കുഞ്ഞിനാട്ടോ. ഇവനെ നമ്മൾ നേരെ വന്ന് ഇവിടെ ഒരു കണ്ണിലുണ്ടോ ഒരു വെളുത്ത കളറുണ്ട്. എന്താണ് ചാറ എന്ന് തോന്നുന്നു എടുത്ത് വെള്ളത്തിലിട്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കുഞ്ഞൻ ടാങ്കിലിട്ടിട്ടാണ്. ഇതിനകത്ത് കൈതക്കോരയൊക്കെ കിടക്കുന്നു കേട്ടോ. ഇവനൊക്കെ അറ്റാക്ക് ചെയ്യും. ഇവിടെ എല്ലാം എടുക്കണം. കയ്യിലോട്ട് വെച്ചിട്ട് ചെറിയ കയ്യിലെടുത്തിട്ട് പോത്തില്ലായിരിക്കണം. അതിനകത്ത് പൈപ്പിനകത്തൊക്കെ വെള്ളത്തിൻ്റെ ഈ ഒരു പൈപ്പൊക്കെ ഉണ്ട്. അതിനകത്ത് കയറുക ചെറിയ ഇറക്കിട്ട് എന്നിട്ട് ചാട്ടമൊക്കെ നോക്കാം. അതിന്റെ കണ്ണിലൊരു വരിക്കുണ്ട്. അതിന് തിമിരമുള്ള മീന, കണ്ണ് കാണാത്ത മീന. ഇതെന്തോടാ നീലവാകില വിട്ട് നീല കളറ്? ചെറുതൊന്നും അല്ലല്ലോടാ. ഒത്തിരി ചെറുതൊന്നും അല്ല അല്ലേ? അപ്പോൾ വെച്ചാൽ എന്തായാലും നമുക്കൊരു കുഞ്ഞിനൊരു വരാലിനെ അടിച്ച് കയറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുമൊക്കെ. എന്തായാലും വെച്ചാൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കീടായിട്ടുള്ളൊരു ഫിഷിങ്ങിന് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കീടായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.